ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചങ്ങായിൻ്റെ ഒരു വൈബ് സ്ഥലത്താട്ടോ. ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം ആ ഒരു കാഴ്ച. വരും, ഇതൊന്ന് കണ്ടുനോക്കിട്ടാ. ജസ്റ്റ് ഇതിന്റെ ഒരു വിഷ്വൽസ് ഒന്ന് കണ്ടുനോക്ക്. കണ്ണട കിട്ടുന്നത് ഓനെ കണ്ണില് കുത്തണ്ടായിരുന്നിട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടുനോക്ക്. ഇതിപ്പോ എന്താ സംഭവം, ഈ കൂടുകളൊക്കെ 2 കൂടുകളാക്കി മാറ്റും. ഇത് ഈ സാധനം, ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ തേന്റെ സീസൺ കഴിഞ്ഞില്ലേ, ഇതാണ് തേനീച്ചകളെ. ഒന്നും കേട്ടൂല, ഒക്കെ നമ്മളെ കുട്ടികളാ. ശരിക്കും ഇതിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നല്ല രസാട്ടോ. രസമുണ്ട് ശരിക്കും. എവിടാ ഇതേതായാലും 10-40 കിലോമീറ്റർ കഴിഞ്ഞ ഏരിയല്ലേ നമുക്ക് സംഭവം. അതായത് ഒരു കൂട് മൊത്തമായിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് ഇപ്പൊ സെറ്റപ്പുകൾ വെച്ചാലേ. ഇതിപ്പം ഇതുണ്ട്, ഈ കാണുന്ന ഇതിലാണ് മൊത്തമായിട്ട് തേനുണ്ടാവുക. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, എല്ലാവരോടും പറയാനുള്ളത് വെച്ചാല്, ഈ തേനീച്ചന്റെ ഒരു കൂട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം എല്ലാവരും വീട്ടിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇത് എല്ലാവർക്കും ചെയ്യാം. കാരണം ഇതിന് പ്രത്യേകിച്ച് ചെലവോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇത് നമ്മളെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വീട്ടിൽ എന്തെങ്കിലും കൃഷി ചെറിയ ഫാമിംഗ് സെറ്റപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വെച്ചാല് നമുക്ക് ജസ്റ്റ് നമ്മളെ വീട്ടിൽ എങ്ങനെയായാലും ഒരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അവിടെ ഒക്കെ കൊണ്ടുപോയി വെച്ചാല് പൂക്കൾക്ക് നല്ല ഒരു ഗുണങ്ങളാണ്. അതെ അതെ അതെ. പിന്നെ മെയിൻ ആയിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഈ റബ്ബർ തോട്ടത്തിലെ ആൾക്കാർ ചൂസ് ചെയ്യാൻ കാരണം ചോദിച്ചാല്, കേരളത്തില് മെയിൻ ആയിട്ട് തേന്റെ സോഴ്സ് കാരണം റബ്ബർ തന്നെ ഇപ്പോഴത്തെ ടൈമിലുള്ളൂ. മുമ്പ് ചിലപ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത്രത്തോളം കൃഷിയും കാര്യങ്ങളൊക്കെ കേരളത്തിൽ കുറഞ്ഞുകൊണ്ട് നല്ല കാൽസ്യം കൂടിയ തേനാണ് റബ്ബറിന്റെ കിട്ടുക. റബ്ബറിന്റെ ഇലകളിൽ നിന്നുള്ള നല്ല മധുരമുള്ള തേനാണ്.